വലിയ യുദ്ധമുഖത്ത് എല്ലാവരും ചേർന്ന് ആക്രമിക്കുമ്പോഴും തോറ്റുകൊടുക്കാൻ ഇറാൻ തയ്യാറല്ല. അതുകൊണ്ട് ചില തീരുമാനങ്ങൾ എടുക്കുകയാണ് ഇറാൻ. അമേരിക്കൻ ആക്രമണത്തിന് പിന്നാലെ ഹോർമൂസ് കടലിടുക്കിൽ നിർണായക നീക്കവുമായി ഇറാൻ വന്നിരിക്കുകയാണ്. അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒഴികെ മറ്റെല്ലാ രാജ്യങ്ങൾക്കും കപ്പൽ ഗതാഗതം തുറന്നു നൽകിയതായി ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞു. ഈ ഭാഗിക ഉപരോധം ആഗോള എണ്ണ വിപണിയെ ബാധിച്ചേക്കുമെന്ന യാഥാർത്ഥ്യം കൂടിയുണ്ടെങ്കിലും തകർക്കാൻ വരുന്നവർക്ക് തിരിച്ചടി നൽകുമെന്നും ബാക്കിയുള്ളവരെ ചേർത്ത് നിർത്തും എന്നുള്ള സന്ദേശമാണ് ഇറാൻ ഇപ്പോൾ നൽകുന്നത്. അതായത് ലോകരാജാവാകാൻ നടക്കുന്ന അമേരിക്ക ഈ ലോകത്ത് വരുത്തിവയ്ക്കുന്ന അപകടങ്ങൾ ചെറുതല്ല. ലോക സമാധാനം എന്നതിനപ്പുറത്ത് എല്ലാ രാജ്യങ്ങൾക്കും മുകളിൽ മേധാവിത്വം നേടണമെന്ന അവരുടെ വാശി വലിയ അപകടത്തിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. യുദ്ധത്തിൽ ഒരു വാക്കുകൊണ്ട് പോലും ഉൾപ്പെട്ടിട്ടില്ലാത്ത ഇന്ത്യയിൽ പോലും നിത്യജീവിതം ദുരന്തപൂർണമായിരിക്കുമ്പോൾ, ഓരോ അടുക്കളയിൽ വരെ അതിന്റെ പ്രത്യാഘാതം ഉണ്ടായിരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം മറ്റുള്ളവരുടെ കഷ്ടപ്പാട്. അത് ശരിയായി വരാൻ തടസ്സം നിൽക്കുന്നത് അമേരിക്കയാണ്. ലോകത്തിന്റെ നാശത്തിന് തന്നെ ഏറ്റവും ആദ്യത്തെ കാരണക്കാർ അമേരിക്ക തന്നെയാണ്. എന്നാൽ അവർക്ക് കിട്ടാൻ പോകുന്നത് ഇപ്പോൾ 8ന്റെ പണിയാണ്. ഇറാൻ അവരുടെ നിയന്ത്രണത്തിലുള്ള ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുത്തുവെങ്കിലും അമേരിക്കയും ഇസ്രായേലും ആ പരിസരത്തേക്ക് വരാൻ പാടില്ലെന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് ഇറാൻ. അതോടെ ഇറാൻ പല ലോകരാജ്യങ്ങളുടെയും പ്രിയപ്പെട്ടവരാകുകയും അമേരിക്കയുടെ ക്രൂരതയ്ക്കെതിരെ ലോകം ശബ്ദമുയർത്തുകയും ചെയ്യുകയാണ്. അതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന മാറ്റം. ഇറാനെ അത്ര എളുപ്പത്തിൽ തോൽപ്പിക്കാനാകില്ലെന്ന് അമേരിക്കയും ഇസ്രായേലും ഉറപ്പിക്കുകയാണ്. അമേരിക്കയ്ക്ക് വേണ്ടി ഇസ്രായേലിന്റെ പക്ഷം ചേർന്ന് ഇറാനെ കൂട്ടം കൂടി ആക്രമിക്കാൻ ഒരുങ്ങിയപ്പോഴും അവർ ലോകസമാധാനത്തിന് തയ്യാറാണെന്നും തങ്ങളെ വേട്ടയാടുന്ന അമേരിക്കയും ഇസ്രായേലും മാത്രമാണ് ലക്ഷ്യമെന്നും വ്യക്തമാക്കുകയാണ് ഇറാൻ. അതായത് ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒഴികെ മറ്റെല്ലാ രാജ്യങ്ങൾക്കും തുറന്നു നൽകിയിട്ടുണ്ടെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർഗ് ഐലൻഡിന് നേരെ അമേരിക്കൻ സൈന്യം നടത്തിയ ശക്തമായ ആക്രമണത്തിന് പിന്നാലെയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ഈ പ്രസ്താവന നടത്തിയത്. നിലവിൽ തന്ത്രപ്രധാനമായ ഈ ജലപാത തടസ്സപ്പെടുത്തിയിട്ടില്ലെന്നും പക്ഷേ US-ന് പണി കൊടുക്കണമെന്നുമാണ് ഇറാൻ പറയുന്നത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഉടമസ്ഥതയിലുള്ള ഒരൊറ്റ ചരക്ക് കപ്പലുകൾക്കും ടാങ്കറുകൾക്കും ഈ വഴി കടന്നു പോകാൻ അനുവാദം ഉണ്ടാകില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു. മറ്റു രാജ്യങ്ങൾക്ക് സുരക്ഷിതമായ ഈ പാത ഉപയോഗിക്കാം. ഏതായാലും ഡൊണാൾഡ് ട്രംപിന്റെ അഹങ്കാരം അവസാനിക്കുകയാണ്. ഇറാൻ അറിഞ്ഞു തന്നെ പണി കൊടുക്കുകയാണ്. ഒപ്പം മറ്റു രാജ്യങ്ങളെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നു.